ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വേദിയിൽ ഉപവിഷ്ടരാക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, ഇന്ന് രജത ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ അഭിഷേക്തിയുടെ ജീവചരിത്രം ഇവിടെ ചേർക്കുന്നു. ഈശോയുടെ കരുണാർത്ഥ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ശ്രീ ജനോദ്ധാരണവും പുനരായ്ക്ക ശുശ്രൂഷകൾ, ജാതീയ മിഷൻ, വിദ്യാഭ്യാസം, ആദര ശുശ്രൂഷകൾ ഇവയിലൂടെ അനുഭവവേദ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവല്ലയിൽ അഭിവന്ദ്യ മാർ ഇവാനിയോസിൽ സ്ഥാപിതമായ ഈ സന്യാസിനി സമൂഹം ശതാബ്ദി വർഷം ആഘോഷിക്കുന്ന ഈ വർഷം തന്നെ രജത ജൂബിലി ആഘോഷിക്കുവാൻ ലഭിച്ച ദൈവകൃപയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ബഥനി മഠം എന്നറിയപ്പെടുന്ന മിശിഹ അനുകരണ സന്യാസിനി സമൂഹത്തിൻ്റെ ഇന്ന് കേരളത്തിൽ അകത്തും പുറത്തും വിദേശത്തുമായി 7 പ്രൊവിൻസും 1000-ലധികം സിസ്റ്റേഴ്സുമുണ്ട്. ആതുര ശുശ്രൂഷ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സ്ത്രീകളുടെ ഉന്നമനത്തിനും കുടുംബ പ്രേക്ഷക ശുശ്രൂഷയിലും ഏർപ്പെട്ടുകൊണ്ട് ബഥനി സമൂഹം അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നു. ഏപ്രിൽ 8 മേച്ചരിമണി ജോർജ് മേരി ദമ്പതികളുടെ 8 മകളിൽ 5ാമതായി റോസ് എന്ന മാമോദിസ പേര് സ്വീകരിച്ച് റോബി, ബിജി എന്ന ഓമന പേരിൽ അറിയപ്പെട്ട സിസ്റ്റർ അഭിഷിക്ത എന്ന സന്യാസിനി നാമം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ ജീവിതചരിത്രത്തോടെ ഒന്ന് കണ്ണോടിക്കാം. 1980 ജൂൺ മാസം 4 നാരക്കാനം സെൻറ് ജോസഫ് പള്ളിയിൽ നിന്നും മാമോദിസ സ്വീകരിച്ച് റോസ് എന്ന മാമോദിസ പേര് ലഭിച്ചു. തുടർന്ന് 1984 സെൻറ് ജോസഫ് നഴ്സറി സ്കൂൾ പാറക്കാനിൽ നിന്നും നഴ്സറി പഠനവും UP സ്കൂൾ വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. ഹൈസ്കൂൾ പഠനം കാൽവരി മൗണ്ട് ഹൈസ്കൂൾ 10ാം മൈൽ പൂർത്തിയാക്കി. 1995 മെയ് മാസത്തിൽ 8 കൂട്ടുകാരോടൊപ്പം കോതമംഗലത്തുള്ള കാർമൽ സഭയിൽ ദൈവവിളി ക്യാമ്പിൽ പങ്കെടുക്കുകയും തൻ്റെ വിളി തിരിച്ചറിയുകയും ചെയ്തു. തുടർന്ന് 1995 ജൂൺ 10 ദൈവനിയോഗപ്രകാരം മലങ്കര സഭയിലെ ബഥനി മഠത്തിൽ മലബാർ പ്രൊവിൻസായ സുൽത്താൻ ബത്തേരിയിൽ സന്യാസന അർത്ഥിനിയായി ചേരുവാനുള്ള ആഗ്രഹപ്രകാരം പിതാവ് MJ ജോർ വയനാട് ജില്ലയിലെ ബത്തേരിയിലുള്ള പ്രൊവിൻഷ്യൽ ഹൗസ് കൊപ്പാടിയിൽ കൊണ്ട് ചെന്നാക്കുകയും ചെയ്തു. അന്നത്തെ പ്രൊവിൻഷ്യൽ മദർ നിർമ്മല സന്യാസ സഭയിലേക്ക് ബിജി എന്ന സന്യാസ അർത്ഥിനിയെ സ്വീകരിക്കുകയും ഇന്നത്തെ മദർ പ്രൊവിൻഷ്യൽ ആയിരിക്കുന്ന മദർ തേജസിന്റെ മേൽനോട്ടത്തിൽ ആസ്പിരൻസി പരിശീലന കാലഘട്ടം ആരംഭിക്കുകയും ചെയ്തു. അതേ തുടർന്ന് 1996 തമിഴ്നാട്ടിലുള്ള സെന്റ് തോമസ് മട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പഠനം ആരംഭിച്ച് 1998 ഫസ്റ്റ് ക്ലാസ്സോടെ +2 പഠനം വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. തുടർന്ന് 1998 സുൽത്താൻ ബത്തേരി മൂലങ്കാവ് ഫോർമേഷൻ ഹൗസിൽ സിസ്റ്റർ പ്രതിഭ, സിസ്റ്റർ സെർവിയ എന്നിവരുടെ കീഴിൽ പോസ്റ്റിലൻസി പൂർത്തിയാക്കി. തുടർന്നുള്ള 3 മാസം റീജൻസിക്കായി
കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന സ്ഥലത്തേക്ക് അയക്കപ്പെടുകയും തിരുമേനി എന്ന ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. തുടർന്ന് 1 വർഷം നീളുന്ന നൊവിഷ്യേറ്റ് സിസ്റ്റർ ശോഭനയുടെ കീഴിൽ നവസന്യാസിനി പരിശീലന കാലഘട്ടം പൂർത്തിയാക്കി 2000 ആണ്ട് മെയ് 4 ദിവംഗതനായ ബത്തേരി ബിഷപ്പ് അഭിവന്യ ഗീവർഗീസ് മാർ ദിവന്യാസിയോസ് പിതാവിൽ നിന്നും മറ്റ് 4 സഹോദരിമാരോടൊപ്പം ആദ്യ വ്രത വാഗ്ദാനവും സന്യാസ സഭാവസ്ഥ സ്വീകരണവും നടത്തി സിസ്റ്റർ അഭിഷിക്ത എന്ന സന്യാസനാമം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് 2006 കോട്ടയം കളത്തിപ്പടിയിൽ ഇന്നത്തെ മദർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ തേജസിന്റെ നേതൃത്വത്തിൽ നിത്യവ്രത വാഗ്ദാനത്തിന് ഒരുക്കമായുള്ള സെക്കൻഡ് നൊവിഷ്യേറ്റ് പരിശീലനം ആരംഭിച്ചു. തുടർന്ന് അഭിവന്യ ദിവന്യാസിയോസ് പിതാവിൽ നിന്നും മറ്റ് 6 സഹോദരിമാരോടൊപ്പം മദർ ബെഞ്ചമിന്റെ അനുഗ്രഹങ്ങളോടെ നിത്യവ്രത വാഗ്ദാനം നടത്തി. തുടർന്ന് ബദനി സമൂഹത്തിന്റെ ജനറൽ ഹൗസ് കോട്ടയം കളത്തിപ്പടിയിൽ സിസ്റ്റർ ശ്രദ്ധയുടെ പരിശീലനത്തിൽ ജൂനിയർ എയ്ഡ് പരിശീലന കാലം വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കി. തുടർന്ന് ഉപരിപഠനത്തിനായി കർണാടക പുത്തൂർ സെന്റ് ഫിലോമിന കോളേജിൽ നിന്നും ഫസ്റ്റ് ക്ലാസ്സോടെ BSc പഠനം പൂർത്തിയാക്കി. വീണ്ടും മംഗലാപുരം മാർ ഇവാനിയസ് കോളേജിൽ നിന്നും B.Edഉം കോവമ്പ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും MSc പഠനവും വിജയകരമായി പൂർത്തിയാക്കി. തുടർന്ന് ബത്തേരി പ്രൊവിൻസിന്റെ പുതിയ മിഷൻ സ്റ്റേഷനായ മഹാരാഷ്ട്രയിലെ നാസിക് എന്ന പട്ടണത്തിലെ സെന്റ് തോമസ് ബദനി കോൺവെന്റ് സ്കൂൾ തൻ്റെ ആദ്യത്തെ ശുശ്രൂഷ മേഖൽ അധ്യാപികയായി 7 വർഷക്കാലം സേവനം ചെയ്തു. അതേ തുടർന്ന് 1 വർഷം ബദനി ഫോർമേഷൻ ഹൗസ് മൂലങ്കാവിൽ മിസ്ട്രസ് ആയി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. 2011 മുതൽ 2012 വരെ തമിഴ്നാട്ടിലെ സെന്റ് തോമസ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അയ്യങ്കോലിയിൽ കറസ്പോണ്ടൻസായി ശുശ്രൂഷ ചെയ്യുകയും 2012 മുതൽ 14 വരെയുള്ള കാലഘട്ടം കർണാടകത്തിലെ ബദനി പ്രീ യൂണിവേഴ്സിറ്റി നൂജിബാലത്തില ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. 2014 മുതൽ 2016 വരെ കണ്ണൂർ നടുവിൽ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ അധ്യാപികയായും 2017 മുതൽ 2022 വരെ വയനാട് ജില്ലയിലെ മുതിരേരി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രധാന അധ്യാപികയായും തുടർന്ന് 2022 മുതൽ കണ്ണൂർ ജില്ലയിലെ കേളകം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ പ്രധാന അധ്യാപികയായും ശുശ്രൂഷ തുടരുന്നു. ഞങ്ങളുടെ ബാച്ചുകാരുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റർ അനർഹ സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടിട്ട് 4 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ പ്രിയപ്പെട്ട സിസ്റ്ററെ അനുസ്മരിക്കുവാനായി ഈ സമയം വിനിയോഗിക്കട്ടെ. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു നല്ല സന്യാസിനിയായി കർത്താവിൻ്റെ തിരഹത പ്രകാരം ശുശ്രൂഷ ചെയ്ത് സമൂഹത്തിന് മുമ്പിൽ ഏവർക്കും സേവനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി തീരുന്നു സിസ്റ്റർ അഭിഷിക്ത. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കാനുള്ള കഴിവ് ബദനി സമൂഹത്തിൻ്റെ സിസ്റ്ററിനുള്ള പ്രതീക്ഷയാണ്. അതിനപ്പുറം ഞങ്ങളുടെ അഭിമാനവുമാണ്. സ്നേഹത്തിൻ്റെ വഴികളിൽ സഹനത്തിൻ്റെ ചുവട് പിടിച്ച്
ആത്മസമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും അതിതീവ്രമായ വിളികളിലൂടെ സിസ്റ്റർ ജീവിച്ചു തീർന്ന സന്യാസ ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ സിസ്റ്ററിൻ്റെ കർമ്മഭീതിയിൽ അനേകർക്ക് പ്രകാശമായി, നന്മയായി. കുടുംബത്തിന്, സമൂഹത്തിന്, കൂട്ടുകാർക്ക്, കൂടെ ആയിരുന്നവർക്ക് ലഭിച്ച നന്മകൾക്ക്, സന്തോഷത്തിന് ഒന്നു ചേർന്ന് നന്ദി പറയാൻ. ദൈവമേ നന്ദി. സിസ്റ്ററിനെ ദൈവം വഴി നടത്തട്ടെ. ജനങ്ങൾക്കിടയിൽ നല്ല ഒരു സന്യാസിയായി സ്നേഹത്തിൻ്റെ കൂടാരമായതിന് സിസ്റ്ററിനെ ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിൽ മറക്കാൻ കഴിയാത്ത ചില വ്യക്തിത്വങ്ങളുണ്ട്. തങ്ങളുടെ പൊന്നുമകൾ സ്വീകരിച്ച ദീപിക അന്തസ്സിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് പ്രാർത്ഥനയിലൂടെ കരുത്തായിരിക്കുന്ന പിതാവും, ഇന്ന് സ്വർഗത്തിലായിരുന്ന മകളെ അനുഗ്രഹിക്കുന്ന മാതാവും, അചഞ്ചലമായ സ്നേഹത്തിൽ എന്നും നട്ടല്ലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ ജോളിയും ജെസിയും, റെജിയും സിനിയും, സണ്ണിയും ജെസിയും, വത്സയ സിബി, ബിജോ ആൻ്റണിയും, അലക്സ് ബെനിയും, ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്വന്തമായി കണ്ട് ചേർന്ന് നിൽക്കുന്ന ബെത്തനി ബത്തേരി പ്രൊവിൻസ്, വിജയങ്ങളിലും പരാജയങ്ങളിലും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ബാച്ചുകാർ, സിസ്റ്ററിൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റർ റെജീസിനോടും പ്രാർത്ഥന എന്ന മഹാപിന്തുണമായി നിൽക്കുന്ന സന്യസ്തരും, കൂടെ നിൽക്കുന്ന നന്മ മരങ്ങളായ കീഴകം കമ്മ്യൂണിറ്റിയും സുഹൃത്തുക്കളോടും ഒരു വാക്ക് നന്ദി. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെ അനേകർക്ക് വേണ്ടി തണലായി ജീവൻ്റെ നീർച്ചാലായി തീരുവാൻ പ്രിയപ്പെട്ട സിസ്റ്റർ അഭിഷിക്തിക്ക് സാധിക്കട്ടെ. കർമ്മനിരതമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മൺചിരാതാകുന്ന ജീവിതത്തിൻ്റെ തിരി അണയാതെ സർവീസിനു വേണ്ടി എന്നും കത്തിച്ചൊലിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിറം മനസ്സോടെ ഞങ്ങൾ മേച്ചിരി മണ്ണിൽ തുണ്ടിയിൽ കുടുംബങ്ങൾ നേരുന്നു. സിൽവർ ജൂബിലി ആശംസ.